ഈ അവൾ ഇന്നെങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ ഹലോ നമസ്കാരം, എല്ലാവർക്കും റൈഡ് റിയൽ ഇന്ത്യയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ അതാ നമ്മുടെ റൈഡ് റിയൽ ഇന്ത്യ മക്കളോൺഗഞ്ചിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. മക്കളോൺഗഞ്ചിലെ അടിപൊളി പരിപാടികളുള്ള വീഡിയോസാണ്. യെസ് സർ, നമ്മൾ ട്രക്കിങ് പോയിട്ടുണ്ടായിരുന്നു, പല അഡ്വഞ്ചേഴ്സ് ആൻഡ് ദ സിറ്റി വൈബ്സ് അഗ്രേ ഗൈസ്. അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കോഫി കുടിച്ച് സെറ്റായി, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അത്യാവശ്യം ഫുട്ടേജ് ഉണ്ട് മക്കളോൺഗഞ്ചിൽ. യെസ്, അപ്പോൾ അതൊക്കെ ഒന്ന് കയറ്റണം. അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ എന്താ ഗായ്സ്, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തിരുൺ ട്രക്കിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എഡിറ്റ് ചെയ്യാൻ വേറെ ലെവലാണ്. കാരണം അതിൻ്റെ റീച്ച് ഉണ്ടല്ലോ, ആ താഴത്തുനിന്ന് മേലെ മഞ്ഞുമലിൻ്റെ മേലെ വരെ എത്താനുള്ള ആ സ്റ്റോറി ലൈൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന് പ്രത്യേക ഒരു രസമാണ്. അതാണ് എഡിറ്റ് ചെയ്യാൻ ഏറ്റവും അതിന് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഘടകം. യെസ്, ഇനിയിപ്പോൾ പുറത്തോട്ട് പോവാണ്. മക്കളോൺഗഞ്ചല്ലേ, എന്തെങ്കിലുമൊക്കെ വൈബ് പിടിക്കാം. യെസ്, പോവാൻ വന്നാ ഓൾ സെറ്റ്. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ഹോസ്റ്റലിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇതാ ഇവിടെ തന്നെ ആയിരുന്നു. ഹോസ്റ്റൽ വേറെ വൈബാണ്. നിങ്ങൾക്ക് ഈ ഫ്രെയിം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ആ ഫ്രെയിമിലെല്ലാം ഉണ്ട്, അതിൻ്റെ ഉത്തരം മൊത്തം ഉണ്ട്. ഹോസ്റ്റൽ എന്താ പാടെന്നുള്ളതിൻ്റെ. അതെ, പാർക്കിംഗ് ഇല്ല, പക്ഷേ വലിയ സീനില്ല. മേലെ വണ്ടി നിർത്താമല്ലോ. ചില ഹോസ്റ്റലിൽ വണ്ടി നിർത്താനേ പറ്റില്ല, അപ്പോൾ ആ സീനൊന്നുമില്ല. ബെറ്റർ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പിടിക്കാം. ലെറ്റ്സ് ഗോ, ഓടട്ടെ, വിശക്കും. അങ്ങനെ അതാ നമ്മളെ വണ്ടി എത്തിയെന്ന് ഇവിടെ ഉണ്ടോ. നമ്മുടെ ഫുഡും സെറ്റായിട്ടുണ്ട്. അതെ ഗൈസ്, ബ്ലാക്ക് കോഫി മിക്സ് പറാത്ത പൊളി. എന്തായാലും ഇത് കഴിക്കട്ടെ. വിശന്നിട്ട് ഞാനൊരു വിധമായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ ഞാൻ അങ്ങാടിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ മേലക്കനെ കയറി വരുന്നു. അപ്പോൾ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു. ഈ ഒരു വൈബ് നോക്കി, ഈ റോഡ് നോക്ക്, ഈ റോഡ് പോകുന്നതിൻ്റെ ചുറ്റുമുള്ള ഈ മരങ്ങളുടെ ഭംഗി, ആ കിളികളുടെ സൗണ്ട് കൂടി കൂടുമ്പോൾ വേറെ ലെവലായി. ഒരു കാര്യം പറയാൻ മറന്നു ഗൈസ്, ഞാൻ പുതിയൊരു മാല മേടിച്ചു. അതെ, കടയിൽ പോയി നോക്കുമ്പോൾ ഈ അവൾ ഇന്നെങ്ങനെ നോക്കി നിൽക്കണം. അപ്പോൾ തോന്നി ഇത് മേടിക്കാൻ. ഉള്ളിൽ ചെറിയ ആവശ്യമില്ലാത്ത മാലയുണ്ടായിരുന്നു. അതെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം പിടിക്കാൻ ഗൈസ്. അടുത്ത സ്ഥലം എവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ, മുമ്പിലൊരു മല ഉണ്ട്. ഇതുപോലെ തന്നെ മല, ചുറ്റും ഇതുപോലത്തെ മരങ്ങളാണ്. പക്ഷേ എന്താ വ്യത്യസ്തത എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി തിബറ്റൻ ഫ്ലാഗ്സ് കിട്ടി. അതൊരു വേറെ തന്നെ ഭംഗിയാണ്. അതെ, ഈ തിബറ്റൻ ഇൻഫ്ലുവൻസിലാണ് ഈ സ്ഥലമൊക്കെ. ഈ സ്ഥലം ലേഹ് ലഡാക്ക്, ഹിമാചൽ പ്രദേശ് ലേഹ് ലഡാക്ക് മെയിനായിട്ട്. അതാണ് ഇവിടെ റൈഡേഴ്സ് വരുമ്പോൾ തിബറ്റൻ ഫ്ലാഗ്സ് കിട്ടുന്ന ഒരു പതിവ്. അവരുടെ ഒരു എന്താ പറയുക, കൾച്ചറിൽ ചെറിയൊരു ഭാഗം നമ്മളും ആവാന്നുള്ള ലെവലാണ്. അതെ, അഡ്വഞ്ചറിൻ്റെ ഒരു സൂചകമായിട്ട് ആ ഫ്ലാഗ് മാറിയിട്ടുണ്ട് ഇപ്പോൾ പലയിടത്തും. ഇൻസ്റ്റഗ്രാമിലൊക്കെ ബൈക്കേഴ്സിന് അധികം നോക്കിയാൽ ബാക്കിൽ ഇങ്ങനെ കാണാം തിബറ്റൻ ഫ്ലാഗ് കെട്ടി. നമ്മളും കെട്ടാൻ പോകുന്നുണ്ട്. അങ്ങനെ തിബറ്റൻ ഫ്ലാഗ് കൊടുത്താൽ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പാറി കളിക്കുമ്പോൾ ആ തിബറ്റൻ ഫ്ലാഗിന് രസമുണ്ട്. തിബറ്റൻ നോർമൽ നമ്മളെ ഇങ്ങനത്തെ ഒറ്റ ഫ്ലാഗ് അല്ലല്ലോ, അതിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. യെസ്, എന്തായാലും നമുക്ക് അങ്ങോട്ട് നീങ്ങാം ഗായ്സ്. അങ്ങനെ നമ്മൾ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ തിബറ്റൻ ഇൻഫ്ലുവൻസ്ഡ് മാത്രമല്ല, ഇവിടുത്തെ പള്ളികൾ കാണാനും അതിൻ്റേതായ വൈബുണ്ട്. നമ്മളൊരു പള്ളിയുടെ പുറത്താണ്. ആ ചുവപ്പ് കളർ ഷീറ്റ് കണ്ട, അതൊരു പള്ളിയാണ് കേട്ടോ. ഇവിടുത്തെ റോഡൊക്കെ എത്ര കാലി നോക്ക്. ഇവിടെ ആൾക്കാർ ഹോണും കൂടി അടിക്കണില്ല. ആണ് അതിൻ്റെ കാരണം. പള്ളിയിലാണെങ്കിലും ആൾക്കാരും കുറവാണ്. യെസ്, ഈ സൈഡിലാണ് സെമിത്തേരിയൊക്കെ വരണം കേട്ടോ. ആ മരങ്ങളുടെ ഇടയിലുള്ള സെമിത്തേരിക്ക് ഒരു വൈബുണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. ഈ നടപ്പാതയാണെങ്കിലും അതിൻ്റേതായ ഒരു ഗുമ്മുണ്ട്, ചെടിയായിട്ടും. ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച പോലെയാണ് ഇവിടുത്തെ പള്ളി ഉണ്ടാക്കിയത്. കാരണം അതിൻ്റെ ചുറ്റും പടുത്തുക്കണ കല്ല് അത് വേറൊരു സ്ട്രോങ് കല്ലാണ്, ഇഷ്ടികൊന്നുമല്ല കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ പുറകിൽ വന്നപ്പോഴാണ് ഞാൻ ഈ കല്ലറ കണ്ടത് കേട്ടോ. സെമിത്തേരിയൊക്കെ അവിടെയാണ്. ജെയിംസ് ബ്രൂസിൻ്റെ കല്ലറയാണ്. ജെയിംസ് ബ്രൂസിൻ്റെ കല്ലറ പറഞ്ഞപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. അതന്നെ വായിച്ചു നോക്കി, ഞാനും വായിച്ചപ്പോൾ കൺഫ്യൂസ്ഡായി. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ പുറത്തിറങ്ങി. അതെ, അവിടെ നിന്ന് ചുറ്റിക്കിറങ്ങി തിരിച്ച് പാർക്കിങ്ങിൽ വണ്ടിയുടെ അടുത്തെത്തി. ഇനി നമുക്ക് നേരെ നമ്മളെ തിബറ്റൻ ഫ്ലാഗ് ടെമ്പിളിലേക്ക് പോകാം. അങ്ങനെ നമ്മളിതാ വണ്ടി ഈ സ്കൂളിൻ്റെ സൈഡിൽ നിർത്തി. ഇതൊരു സ്കൂളാണ് വരുന്നത്. അവിടുത്തെ ഗ്രൗണ്ട് നോക്ക്, എത്ര ആറ്റിറ്റ്യൂഡിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പിള്ളേരെ കളിക്കിറങ്ങാൻ നിൽക്കുകയാണ്. യെസ്, വണ്ടി സേഫായിട്ട് വർക്ക് ചെയ്തു സ്കൂളിൻ്റെ പാർക്കിങ്ങിൽ. ഇനി മേലെ കയറണം. ഏറ്റവും മേലെയാണ് നമ്മളെ തിബറ്റൻ ഫ്ലാഗുകളുടെ ഫ്ലാഗ് ടെമ്പിൾ വരുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഫ്ലാഗ് ടെമ്പിളിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ടാ മേലെ കാണാനല്ലേ, അതാണ് ഫ്ലാഗ് ടെമ്പിൾ ഗൈസ്. അതെ, അയ്യോ, ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാവൽ സീരീസിൽ ഇവിടെ വന്നിട്ട്, അതായത് മക്ലോൺഗഞ്ചിൽ വന്നിട്ട് നടന്നത്ര വേറെ എവിടെയും നടന്നിട്ടില്ല കേട്ടോ.
തിരുവൻ ട്രക്കിൻ്റെ ക്ഷീണം ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറയാം. അങ്ങനെ നമ്മളിതാ ഈ കുന്നൊക്കെ കയറി വന്ന് ഫ്ലാഗ് ടെമ്പിളിൻ്റെ അവിടെ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. നോക്കൂ, ഫ്ലാഗ് ടെമ്പിൾ ഫുള്ളും തിബറ്റൻ ഫ്ലാഗ്, തലങ്ങും വിലങ്ങും കെട്ടിയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള തിബറ്റൻ ഫ്ലാഗ്. യെസ്, മേലോട്ട് പോവാം. മൊത്തത്തിലുള്ള വ്യൂ മേലിന്ന് കാണാണ്ടല്ല, പറക്കും പറക്കും. ഇവിടുത്തെ കല്ലൊക്കെ തന്നെ മേലക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കണം. അവിടെ ഒക്കെ ഉണ്ടാവും. ഇവിടെ നോക്ക്, തിബറ്റൻ ഫ്ലാഗ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതെ ഇവിടെ കയറാനൊന്നും പോയി കാണില്ല, ചരലാണ്ടാ. പക്ഷെ കുഴപ്പമില്ല, ഇത് വൈബായിട്ടാ. വേറെ തന്നെ ഒരു മൂടുള്ള സ്ഥലം. ഗൈസ്, ഇവർ വെറുതെ കല്ല് കൂട്ടി വെച്ചിട്ട് വെള്ള പെയിൻ്റ് അടിച്ചതല്ലത്. അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവർ മരിച്ച അവിടെ കത്തിക്കും, എന്നിട്ട് കല്ലിങ്ങനെ കയറ്റി വെച്ചിട്ട് മേലെ വെള്ള പെയിൻ്റ് അടിക്കും. അതെ, വെള്ള സമാധാനത്തിൻ്റെ കളറാണ്. ഇവരെ ഫ്ലാഗിലും സമാധാനവും ശാന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. പല സാധനങ്ങളും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളത് ബേസൊക്കെ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഫ്രീഡം, ഫ്ലൈ, സമാധാനം, ശാന്തി. അതെ, പലരും തിബറ്റൻ ഫ്ലാഗ് അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞ പോലെ അഡ്വഞ്ചറിൻ്റെ ഒരു മാർക്കായിട്ടാണ്. പക്ഷേ അത് ബിയോണ്ട് ദാറ്റാണ്. അത് അവരുടെ കൾച്ചറെ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക. സത്യം, ഈ ഓരോ എഴുതി വച്ചിരിക്കുന്ന ഇതിൻ്റെ ഓരോ കൊടിയിലും അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. ഇതിൽ ബുദ്ധനാണ്, ബുദ്ധിസ്റ്റ് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഓരോ കളറും ഓരോ സാധനത്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യണമുണ്ട് കേട്ടോ, അതും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം നമ്മൾ എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുന്നു, എത്രത്തോളം ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നു, നമുക്ക് അത്രത്തോളം അർത്ഥങ്ങൾ ആ കാര്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. ആ കാര്യം അത്രത്തോളം ബെറ്ററായിക്കൊണ്ടിരിക്കും. അത് നമ്മളെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളും അതിനൊത്ത് ബെറ്ററായിക്കൊണ്ടിരിക്കും. അതെ, അങ്ങനെ അതാ നമ്മൾ ഫ്ലാഗ് ടെമ്പിളിനോട് യാത്ര പറഞ്ഞു വരുന്ന പോവാണ് സുഹൃത്തുക്കളെ. അതെ, ഫ്ലാഗ് ടെമ്പിൾ ഉഷാറാണ്. ബട്ട് നമ്മളെ ഹോസ്റ്റലിൽ ബ്രോ ഉണ്ടായിരുന്നു. ബ്രോഡിന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വാട്ടർഫാളിൻ്റെ അവിടെ അടുത്ത് രണ്ടാം കൂടെ പോവാം, ബ്രോക്കിൻ്റെ വീഡിയോസൊക്കെ എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ് റൈഡ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ. അതേ വാട്ടർഫാളിൽ വൈബ് പിടിക്കാം. ഇന്നലെ നമ്മൾ നെഡി വാട്ടർഫാൾ ആ സൈഡ് പോയിന്നല്ലോ. യെസ്, ഇന്ന് നമ്മൾ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള വാട്ടർഫാളിലേക്കാണ് പോകാൻ പോകുന്നത്. ഹോസ്റ്റലിലേക്ക് ഇവിടുന്ന് ഏകദേശം 20 മിനിറ്റിൻ്റെ റൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 4:15 വരുന്നുണ്ട്. 4:45 ആകുമ്പോൾ അവിടെ പോയിട്ട് ബ്രോനെ പിക്ക് ചെയ്ത് വാട്ടർഫാളിലേക്ക് തെറിക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ സ്കൂളിൻ്റെ മുമ്പ് ഇതാണ് കേട്ടോ. ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതാ വേറെ ഒരുത്തനും കൂടി വണ്ടി ഇട്ടിങ്ങനെ ഇതാ പോണ വയ്ക്കാൻ ഒരു സാധനം കൂടി കാണിച്ചുതരാം. ഈ സാധനം ഉണ്ടല്ലോ, മുമ്പ് കാണുന്ന ചെറിയ കുളം, അതിനാണ് പേര് ദാൽ ലേക്ക് എന്ന് പറഞ്ഞിട്ടാ. നമ്മൾ കാശ്മീരിലൊക്കെ പോയിട്ട് ദാൽ ലേക്ക് കണ്ടിട്ട് ഇവിടെ മക്ലോൺഗഞ്ചിലെ ദാൽ ലേക്കാണ് എക്സൈറ്റഡ് ആയിട്ടുണ്ട് വരുമല്ലോ. അപ്പോൾ എന്താണ് ലേക്ക് എന്നൊക്കെ ആലോചിച്ചാൽ ഇത്രേ ഉള്ളൂ, കുളം. നമ്മുടെ നാട്ടിലൊരു ചെറിയ കുളം, വെള്ളം വറ്റിയ കുളപ്പോൾ മഴക്കാലത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ മലിൻ്റെ മേലെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കൂടുമ്പോൾ ഒരു ലേക്ക് എന്നൊക്കെ ഇവരെ വിളിക്കണ്ടാവും, ഞമ്മക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ ഫ്ലാഗ് ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയ വണ്ടി നേരെ വന്ന് നിന്നത് ഇതാ ഈ കടൻ്റെ പുറത്താണ്. ഈ കട എന്ന് പറഞ്ഞാൽ ഒരു വൈബുള്ള കടയാണ്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഒരു കോഫി എന്ന് പറഞ്ഞു. ഇതാ ഇവിടെ എല്ലാ സെറ്റപ്പും സാധനങ്ങളും ഉണ്ട്. ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇവിടുത്തെ ഏത് പെട്ടിക്കടയിലും കിട്ടുന്ന വൈബാണ്. മാതിരി വ്യൂവും അതുപോലെ തന്നെ ഗൂഗിൾ പേയും. ആസിഫ് മച്ചാൻ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, മച്ചാൻ്റെ ഡയലോഗാണ്. ഏത് കാട്ടിലുണ്ടാവും കെട്ടിക്കടയും അതുപോലെ തന്നെ ഗൂഗിൾ പേയും ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അതെ, ഏത് ഉൾക്കാട്ട് പോയി നോക്കിയാലും ഇവിടെ റോഡും ഉണ്ടാവും, പെട്ടിക്കടയും ഉണ്ടാവും, ഗൂഗിൾ പേയും ഉണ്ടാവും. ഈ വ്യൂവിൻ്റെ ഒക്കെ ഒരു വൈബ് നോക്ക്, ചുമ്മാ ഒരു ചായ കുടിക്കുന്ന വൈബാണ്. ഞാൻ എന്താ ഇവിടുത്തെ ഓണറിനോട് സംസാരിക്കായിരുന്നു. ഓണർ പറഞ്ഞത് ഓണറിൻ്റെ കടയുണ്ട് അവിടെ വരുന്നത്. അപ്പോൾ ഓണർ ഇപ്പോൾ അടുത്ത് തീർത്തിട്ടുള്ളൂ. ഓണർ ഇത് റെനോവേറ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് റെനോവേറ്റ് ചെയ്ത വേറെ ലെവലാവും. അങ്ങനെ ഇതാ നമ്മൾ കോഫി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കോഫിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കാണാൻ കിടിലൻ ലുക്കാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം, പാലിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ, എൻ്റെ മോനെ. നെസ്കഫേ അതേമാതിരി കഫേ കോഫിയുടെ എന്നൊക്കെ കോഫി കുടിക്കില്ല, ഒറിജിനൽ സാധനം, മെഷീൻ മെയ്ഡ് സാധനം. അത് മാറി നിൽക്കും. പിന്നെ ഈ വ്യൂവും കൂടി ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ പൊന്തി വരും. പിന്നെ അല്ല, അയ്യോ ഇവിടെ സൺസെറ്റൊക്കെ കിടിലൻ സാധനമാവും. മേങ്ങളുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ്. വരണ്ടി വരും, ഒരു വരവ് കൂടി ഇങ്ങോട്ട് വരണ്ടി വരും. അങ്ങനെ ഇനി നമുക്ക് തെറിക്കാം. കോഫി കുടിച്ച് ഡബിൾ പവർ ആയിട്ടാ. ഇനി നേരെ റോഡ് പിടിക്കാം, ഹോസ്റ്റലിലേക്ക് തെറിക്കാം. നമ്മളെ ബ്രോഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്, ലെറ്റ്സ് ഗോ. പോകുന്ന വഴിക്ക് ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് കണ്ടാട്ടാ. ഈ ബാസ്കറ്റ് ബോൾ കോർട്ടിൻ്റെ ഒരു വൈബ് നോക്ക്. മേലെ ഫുള്ള് മല, ഇവിടെ ബാസ്കറ്റ് ബോൾ കോർട്ട്.
എന്നാ പൊളിയാലേ. ഫെൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അപ്പുറത്ത് കിടക്കായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. യെസ് എന്താ അവസ്ഥ നോക്കട്ടെ. ചീമ്പിയ കാലാവസ്ഥയാണ്. അതെ ഇന്ന് നന്നായിട്ട് വെയിലടിച്ചിട്ടില്ല, അതുകൊണ്ടൊരു മൂടലും തണുപ്പൊക്കെ കുറച്ച് കൂടുതലാണ്. ഞാൻ ബ്രോനോട് പോയി ചോദിച്ചു നോക്കട്ടെ എന്താ പരിപാടി, ഇറങ്ങല്ല എന്നൊക്കെ. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഗൈസ് സമയം ഏകദേശം 5:30 വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്കൈ ഒന്നും ക്ലിയർ അല്ല, പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സൺസെറ്റ് കഫേക്കാണ് പോകാൻ പോകുന്നത്. യെസ്, നമ്മുടെ മച്ചന്മാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ ഗൈസ്, നമുക്കൊന്ന് തെറിച്ച് നോക്കാം. ഗൈസ് ഈ കയറ്റം ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ട് നമ്മൾ സ്കൂട്ടി എടുത്ത് ഇറങ്ങുകയാണ്, എന്നിട്ടാണ് നമ്മൾ സൺസെറ്റ് കഫേ പോകുന്നത്. യെസ് ഞാൻ ഹെൽമെറ്റൊക്കെ എടുത്ത് വന്നു. ഇനി നമ്മളെ ബോയിനെ എടുത്ത് നമുക്ക് പാർപ്പിക്കാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മൾ വന്ന റോഡാണിത്. ഈ മരങ്ങളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഹിമാചൽ പ്രദേശിൻ്റെ വേറെ തന്നെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി വണ്ടി ഓടിച്ച് വരാൻ വേറെ ലെവൽ. നമ്മുടെ 2 ഫ്രണ്ട്സും കൂടി വരാണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. യെസ് മച്ചാനെ, നമ്മളിത് വണ്ടിയോടെ വർക്ക് ചെയ്തിന്. ഈ സ്ഥലം ഏതാണെന്ന് ഓർമ്മ ഉണ്ടോ? സേഫ് മച്ചാൻ കാണണമെങ്കിൽ ഓർമ്മ ഉണ്ടാവും. നമ്മൾ വഴി തെറ്റി വന്ന റോഡ് മച്ചാനെ, ഇവിടെയാണ് സൺസെറ്റ് കഫേ വരുന്നത്. നമ്മളന്ന് തിരിഞ്ഞൊരു വിധമായിട്ടല്ല അങ്ങോട്ട് പോയത്. യെസ്, ഈ റോഡിനായിരുന്നു നമ്മൾ ഇറങ്ങി. ഇവിടെ നോക്കിയാൽ ധർമ്മശാല കാണാം, കുറച്ചും കൂടി അവിടെ നിന്ന് പോയി നോക്കിയാൽ മക്ലോൺഗഞ്ചും കാണാം. വൈബാണ്. യെസ്, ഇനി ഒരു 5 മിനിറ്റ് ട്രക്കും കൂടി ഉണ്ട്. നമ്മൾ മച്ചാന്മാരുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയാണ് സൺസെറ്റ് കഫേ പോകാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, സൺസെറ്റ് കഫേക്ക് വരേണ്ട റോഡ് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന വ്യൂ ഇതാണ്. ഈ വ്യൂവും ഈ റോഡും അതിൻ്റേതായ വൈബുണ്ട്. നമ്മൾ വഴി തെറ്റിയിട്ട് ഈ റോഡിനും പോയിട്ടുണ്ടായിരുന്നു. ഈ കഫേ ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമ്മൾ സമയം ഏകദേശം 6 മണി ആയിക്കണേ. സൺസെറ്റൊക്കെ മിസ് ആയിക്കണേ. ഇതൊരു ജംഗിൾ റണ്ണാണ് ഗൈസ്. അതെ നമുക്ക് കഫേ കിട്ടും, നോക്കാം. ഇനി എത്ര ഉള്ളിലുള്ള കഫേക്ക് അതിൻ്റേതായ ഒരു വൈബ് ഞാൻ കാണുന്നു. യെസ്, നോക്കാം, എല്ലാം നോക്കി കണ്ടറിയാം. യെസ് ഗായ്സ്, നമ്മൾ വെളിച്ചം കണ്ടു തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആഹാ, ഈ വ്യൂ എനിക്കിഷ്ടപ്പെട്ടു. സൺസെറ്റ് ഇല്ലെങ്കിലും അതിൻ്റേതായ ഒരു വ്യൂ ഉണ്ട്. കഫേ അവിടെയാണ് വരുന്നത്. അതെ കഫേ ഒരു നോർമൽ സെറ്റപ്പാണ്, ബട്ട് അവിടുന്ന് കിട്ടുന്ന വൈബ് ഉണ്ടല്ലോ, ഓ മൈ ഗോഡ്. ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങളിപ്പോൾ കാണൂല, ബട്ട് അവിടെ പോയിട്ട് കാണുമ്പോഴാണ് അതിൻ്റേതായ ഒരു രസം. അങ്ങനെ ഇത് മാത്രമല്ല, ഇവിടെ 2 കഫേസ് ഉണ്ട്. രണ്ടാമത്തെ കഫേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും പീക്കിലുള്ള കഫേക്കാണ് ഏറ്റവും പീക്ക് വൈബ് തരാൻ പറ്റുമെന്നാണ് എനിക്കൊരു തോന്നൽ.